കൃഷ്ണ ഭഗവാനെ മായാജാലക്കാര ഈ ആഴ്ചയെങ്കിലും ഒരു പ്രശ്നമില്ലാത്ത ഒരാഴ്ചയായിരിക്കണേ. നല്ല സമാധാനത്തോടെ ജോലി ചെയ്യാൻ സാധിക്കണേ. വഴി കൂടെ പോകുന്ന ഒരു വയ്യാവിലേ ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കയറി വരരുതേ. തിരിച്ചു കളഞ്ഞല്ലോ. ഞാൻ ഓർത്ത് പ്രാർത്ഥിച്ചൊക്കെ വെറുതെ ആയി. ആ പ്രാർത്ഥന കണ്ടതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നത്. അല്ല എന്താ സംഭവം? ഒരു ഓഫീസ് സെറ്റപ്പ് ഒക്കെ ആവുമ്പോൾ ഇത്തിരി പ്രാർത്ഥനയൊക്കെ നല്ലതല്ലേ? അതും പ്രത്യേകിച്ച് നമ്മുടെ ഓഫീസിൽ. അതിന് ഇവിടെ ഇപ്പം എന്താ കുഴപ്പം? കുഴപ്പം മാത്രമല്ലേ ഉള്ളൂ. ഒന്നും അറിയില്ലാത്ത പോലെ ഇങ്ങനെ സംസാരിക്കില്ലേ താര. കഴിഞ്ഞ ആഴ്ചയും അതിന് മുന്നത്തെ ആഴ്ചയൊക്കെ നമ്മുടെ ഓഫീസിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഇനി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ ഇത്ര വലിയ സംഭവമായി കാണുന്നതുകൊണ്ടല്ലേ പ്രശ്നം? ഇത്ര ചെറിയ സംഭവമാണോ? കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാനേജർ കൃഷ്ണ സാറിന്റെ കിളി പോയി. അതിന് മുന്നത്തെ ആഴ്ച മനുവിന്റെ കിളി പോയി. ഇനി ഈ ആഴ്ച ആരുടെയൊക്കെ കിളി പോകുന്ന കണ്ടറിയണം. ഇവിടെ ഒരു പ്രശ്നം സംഭവിക്കാൻ പോണില്ല. വെറുതെ ഓരോ നാലേജ് പ്രാന്ത് പിടിപ്പിക്കാൻ നിൽക്കണ്ട. സംഭവിക്കാൻ പോകുന്നുണ്ടോ ഇല്ലയോന്നേ നമുക്ക് കണ്ടറിയാം കേട്ടോ. എന്ത് സംഭവിക്കുന്ന കാര്യമാണ് മായ പറയുന്നത്? ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. അത് പിന്നെ സാർ പറയുന്നത് ഞാനിവിടെ കേക്കട്ടെ. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കൃഷ്ണ സാർ തന്നെയല്ലേ? അല്ലാണ്ട് പിന്നെ അല്ല, വല്ല മാജിക് മഷ്റൂം കഴിച്ച് കിളി പോയിരിക്കുകയാണോന്ന് അറിയാൻ ചോദിച്ചതാ. നിങ്ങൾ എന്താ ഈ പെരുവിറുക്കുന്നത്? അല്ല സാർ, ഞങ്ങൾ വെറുതെ ഇങ്ങനെ കഴിഞ്ഞ ആഴ്ചത്തെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അത് ഇതുവരെ വിട്ടില്ലേ? ഹേയ് സാർ, ഞാനതൊക്കെ അപ്പോഴേ വിട്ടു. മായ വിട്ടില്ലാന്ന് തോന്നുന്നു. എന്താ മായ? എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഞാൻ സോറിയും പറഞ്ഞു. പിന്നെന്താ പ്രശ്നം? അയ്യോ സാർ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. വെറുതെ ഇങ്ങനെ വിശേഷം പറയുന്ന കൂടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ആ എന്നാ പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കാതെ ജോലി ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് ജോലി ചെയ്യണം. മനസ്സിലായോ? മനസ്സിലായി സാർ. ആ ഗുഡ്. സാർ ഒരു കാര്യം ചോദിക്കാനാ. ആ എന്താ ചോദിക്ക്. സാറിന്റെ വീട്ടിലെ പൂച്ച ഇപ്പോഴും തന്നെ ഉണ്ടോ? പൂച്ച? ഏത് പൂച്ച? കൊടൈക്കനാലിന് കൊണ്ടുവന്ന മാജിക് മഷ്റൂം കഴിച്ച പൂച്ച. ആ പൂച്ചയ്ക്ക് വീട്ടിലുണ്ട്. ഒരു കുഴപ്പമില്ല അതിന്. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ വേറെ ചില ആൾക്കാരുടെ കാര്യത്തിൽ കുഴപ്പത്തിലാവും. ആരുടെ കാര്യം സാർ കുഴപ്പത്തിലാവുന്നേ? അതൊക്കെ മായക്ക് വഴിയെ മനസ്സിലായിക്കോളും. മാജിക് മഷ്റൂം കഴിച്ച് എൻ്റെ കെട്ടി ഇതുവരെ വിട്ടിട്ടില്ലെന്ന് തോന്നുന്നു. എന്തൊക്കെയോ പിച്ചുകയും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലേ പാവം. എടി മണ്ടി, എന്താ സാറ് പറഞ്ഞ ആരുടെ കാര്യം നിനക്ക് മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ല. നിന്റെ കാര്യം കുഴപ്പത്തിലാവുന്ന സാറ് പറഞ്ഞത്. എൻ്റെ കാര്യം കുഴപ്പത്തിലാവാൻ ഞാനിപ്പോൾ എന്താണാവോ ചെയ്തത്? എന്റെ പൊന്നു മോളെ, ഇങ്ങനെ വാ പോയ കോടാലി പോലെ ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നാലേ നിന്റെ കാര്യം പോക്കാം. ഞാൻ അതിനുള്ളതല്ലേ പറഞ്ഞുള്ളൂ. ഇങ്ങനെയുള്ള കാര്യം വിളിച്ചു പറഞ്ഞിട്ടേ കൂടുതൽ കുഴപ്പത്തിലാവാൻ നിൽക്കണ്ട. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനിവിടെ എന്ത് പറഞ്ഞാലും പ്രശ്നമാണല്ലോ. ഓ തൽക്കാലം നീ വാ, നമുക്ക് പോയിട്ടേ ഒരു ചായ കുടിക്കാം. അപ്പൊ ഈ തല പുകയുമ്പോ കുറച്ച് ആശ്വാസം കിട്ടുന്നുണ്ടോ നോക്കാം. ആ ആശ്വാസം കിട്ടാനാണെങ്കിൽ വരാം. അല്ലാതെ ചായയുടെ കൂടെ കിട്ടുന്ന ബിസ്ക്കറ്റ് ഒന്നും കഴിക്കാനില്ല കേട്ടല്ലോ. ഓ ശരി മേഡം വാ. പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു പ്രശ്നമില്ല. നോർമലല്ലേ ഞാൻ? വളരെ നോർമൽ. പിന്നെന്തിനായിരിക്കും മായ അങ്ങനെയൊക്കെ പറഞ്ഞത്? തലയ്ക്ക് വിവരമില്ലാത്ത കുട്ടിയല്ലേ എന്ന് വെച്ച് കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴേ തലയിൽ കയറി നിരങ്ങാവള്. ശരിയാക്കി കൊടുക്കാം. സാർ സോറി സാർ, വീഡിയോ കോളിലായിരുന്നു അല്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ പോയിട്ട് പിന്നെ വരാം. വീഡിയോ കോളോ? അതെ, ഫോണിലല്ലേ? അതെ അതെ, ഞാനേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്ലയൻറ്റ് മീറ്റിങ്ങിലായിരുന്നു. കുഴപ്പമില്ല, അത് ഞാൻ കട്ട് ചെയ്തു. രാകേഷ് വാ. ആണോ? പിന്നെ പറയൂ രാകേഷ്. സാർ, ഞാൻ പെട്ടെന്ന് വന്നപ്പോൾ കണ്ടില്ല, അതാട്ടോ. അതൊന്നും കുഴപ്പമില്ല രാകേഷ്. പിന്നെ പറയൂ, നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സാറിന് അറിയാലോ, മുത്തശ്ശി പെട്ടെന്നാണ് മരിച്ചത്. പിന്നെ ചടങ്ങുകളൊന്നും കഴിയാതെ എനിക്ക് എളുപ്പത്തിൽ വരാൻ കഴിയില്ലായിരുന്നു. അതെ അതെ അതെ, അതൊന്നും കുഴപ്പമില്ല. എനിക്ക് മനസ്സിലാവും രാകേഷ്, പ്രശ്നമില്ല. അല്ല, ഞാൻ ഇവിടെ ഇല്ലെങ്കിലും ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് ഈ ഓഫീസിലുള്ളവർ ഇവനോട് മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കാണും. എന്ത് കാര്യം? അല്ല, കഴിഞ്ഞ ദിവസം നമ്മളല്ലേ ടാർഗറ്റ് അച്ചീവ് ചെയ്തത്. ഹെഡ് ഓഫീസിൽ നമ്മളെ വിളിച്ച് അഭിനന്ദിച്ചിരുന്നു എന്നൊക്കെ കേട്ടു. ആ കാര്യം? അതെ അതെ അതെ. അഭിനന്ദിച്ച് അവര് മടുത്ത് കാണും. അതുപോലെ നല്ല പ്രോഗ്രാം വരുന്നു. രാകേഷ് വേണമായിരുന്നു കേട്ടോ. ഞാനത് വളരെ മിസ് ചെയ്തു സാർ. ശരിക്കും കുഴപ്പമില്ല, ഇനി ഞാൻ ഇവിടെ ഉണ്ടാവല്ലോ. അതെ അതെ, ഇനി രാകേഷ് ഇവിടെ ഉണ്ടാവണം. പിന്നെ സാർ, ഞാൻ ലീവിന് വീട്ടിലിരുന്ന സമയത്ത് നമ്മുടെ GJ സ്പോർട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. അത് ഞാൻ കാണിച്ചിട്ടെ സാറിന്, ഒന്ന് നോക്കൂ. ഇത് ലീവിലായിരുന്ന സമയത്ത് വീട്ടിലിരുന്ന് വർക്ക് ചെയ്തിരുന്നോ? എൻ്റെ മോനെ കാണിക്ക് നോട്ടെ, മിടുക്കൻ. എക്സലന്റ്, വെൽ ഡൺ രാകേഷ്. താങ്ക് യു സാർ.
ഇപ്പം എങ്ങനെയുണ്ട്? കുറച്ച് ആശ്വാസം തോന്നണില്ലേ? പിന്നെ എനിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്താൽ നല്ല ആശ്വാസം തോന്നാം. ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞു. നിന്റെ ഈ സ്ഥാനത്ത് അസ്ഥാനത്തുള്ള ഈ ഡയലോഗ് അടി ഒന്ന് കൺട്രോൾ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് പല സ്ഥലത്തുനിന്നും പല രീതിയിലുള്ള പണി കിട്ടാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. അത് ഞാൻ കണ്ടതാരാ പറഞ്ഞത്? എന്തൊക്കെയാ പറഞ്ഞതെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അങ്ങനെ എണ്ണി പറയാൻ നിന്നാൽ ഇന്നത്തെ ദിവസം തികയില്ല. അതുകൊണ്ട് നമുക്ക് ഭൂതകാലത്തെ പറ്റി സംസാരിക്കാണ്ട് ഭാവിനെ കുറിച്ച് സംസാരിക്കാം. നീ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ നിനക്ക് കൊള്ളാം കേട്ടാ. ഇനി ഞാൻ ശ്രമിച്ചോളാം. എന്നാ പിന്നെ നടന്നതുപോലെ തന്നെ. എന്താ മനു? എന്തേ? എന്താ? രാകേഷ് ഇങ്ങോട്ട് വന്നോ? രാകേഷ് വീട്ടിൽ നിന്ന് വന്നോ? എന്നിട്ട് ഞങ്ങൾ കണ്ടില്ലല്ലോ. ചിലപ്പോ കൃഷ്ണ സാറിന് വല്ലതും കാണാൻ കയറിയതായിരിക്കും. അല്ല, നീ എന്താ രാകേഷിനെ കുറിച്ച് ചോദിച്ചേ? ഒരു വിഷയമുണ്ട്. ഇപ്പൊ എന്താ ഇവിടെ പ്രശ്നം? ഒരു സെക്കൻഡ്. രാകേഷ് വരുന്നുണ്ടോ നോക്കിയതാ. രാകേഷ് വന്നാൽ എന്താ കുഴപ്പം? അയ്യോ, ഈ ആഴ്ച അവന്റെ തലയ്ക്കാണ് പ്രശ്നം എന്ന് മാത്രം പറയുന്നത്. വെറുതെ ടെൻഷൻ അടിച്ച് ഇവരല്ലാവും വയ്യാ. ഇതൊന്നുമല്ല, ഇത് പ്രശ്നം കുറച്ച് കൂടിയതാണ്. കണ്ടോ ബിൽഡപ്പ് കൂടുതൽ നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്ന കണ്ടോ? ഒന്ന് വേഗം തേങ്ങ അടിച്ച് സാമി. നമ്മുടെ രാകേഷ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നാട്ടിലായിരുന്നല്ലോ. അതവൻ മുത്തശ്ശി വെച്ച് വീട്ടിൽ പോയതല്ലേ? അതെ, മുത്തശ്ശിയുടെ ചടങ്ങുകളൊക്കെ നടന്നത് തറവാട്ട് വീട്ടിൽ വെച്ചിട്ടാണ്. അങ്ങോട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ആരും പോവാറില്ല. അവിടെ വെച്ചിട്ട് ഒരു സംഗതി കിട്ടിയിട്ടുണ്ടെന്നാണ് കൂട്ടുകാരൻ പറഞ്ഞത്. സംഗതിയോ? ഒരു നിധി. നിധിയോ? നിധി തന്നെ. ഒന്ന് പോയേ മനു, ഓരോ ഫാന്റസി അങ്ങോട്ട് അടിച്ചിറക്കുക. പറയുമ്പോ എന്തെങ്കിലും ലോജിക്കുള്ള കാര്യം പറ. അല്ല, മനുവിനോട് ഇത് ആരാ പറഞ്ഞേ? അത് ശരിയാണല്ലോ. നിന്റെ അടുത്ത് ആരാ പറഞ്ഞേ? അവൻ്റെ ഒരു കൂട്ടുകാരൻ, നാട്ടിലെ കൂട്ടുകാരൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അവനോട് ഇവൻ തന്നെയാണ് ഈ കാര്യം പറഞ്ഞത്. തറവാട്ട് വീട്ടിൽ വെച്ചിട്ട് അവനൊരു നിധി കിട്ടിയെന്ന്. അതെന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവനൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. ആ നിധിയും കൊണ്ട് അവൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നാണ് കൂട്ടുകാരൻ പറഞ്ഞത്. അല്ല, അങ്ങനെ ഒരു നിധി അവന് കിട്ടിയെന്ന് തന്നെ വെച്ചോ. അവന്റെ കുടുംബ വീട്, അവന്റെ നിധി, അതിൽ നമുക്കൊരു റോളും ഇല്ലല്ലോ. ഇനി ആ നിധിയിലെ അവനോരോ 10 ലക്ഷം രൂപ വീതം നമുക്ക് തരുവാണെങ്കിൽ തന്നോട്ടെ. ഇനിയിപ്പോൾ തന്നില്ലെങ്കിൽ വേണ്ട. പിന്നെ നമ്മൾ അതിന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. ഉണ്ട്, ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ട്. കണ്ടോ വീണ്ടും ബിൽഡപ്പ് വന്ന് നമുക്ക് അച്ചാക്കുണ്ടാക്കുന്നത് കണ്ടോ? അല്ല മനു, നമ്മൾ ആലോചിച്ച് എന്തിനാ ടെൻഷൻ അടിക്കണം? നിലവിലെ നിയമം അനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു വസ്തുവിൽ നിന്ന് നിധിയോ സമാനമായ എന്തെങ്കിലും ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സർക്കാരിനെയാണ് ഏൽപ്പിക്കേണ്ടത്. ഈ നിധി എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, പുരാവസ്തുവിൻ്റെ കീഴിൽ വരുന്നതാണ്. അത് സർക്കാർ അറിയാണ്ട് നമ്മൾ ക്രയവിക്രയം ചെയ്യുന്നത് കുറ്റകരമാണ്. ഇങ്ങനെ വല്ലതും രാകേഷിൻ്റെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലവൻ പെടും. അതുവഴി നമ്മളെങ്ങനെ വിടും? കുറ്റം ചെയ്യുന്നത് പോലെ തന്നെ കുറ്റകരമാണ് കുറ്റം മറച്ചു വെക്കുന്നത്. രാകേഷിൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മറച്ചു വെച്ചതിൻ്റെ പേര് നമുക്കെതിരെയും കേസ് വരാം. അത് നമുക്കതറിയാന്ന് രാകേഷിന് അറിയില്ലല്ലോ. അവൻ്റെ കൂട്ടുകാരൻ വഴി എനിക്കറിയാലോ. അത് മനു അല്ലേ അറിഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്കും ഇപ്പം അറിയാലോ. അപ്പം നിങ്ങളും പെടുമല്ലോ. ചതി, കൊലച്ചതി. എടാ വഞ്ചക, നീ കൂടെ നിന്ന് ചതിക്കായിരുന്നല്ലേ? രാവിലെ അവൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ തലയിൽ ഇത് ഒറ്റയ്ക്ക് വെച്ചിട്ട് വീണ്ടും എനിക്ക് വട്ടായി പോകുന്നു കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇപ്പം എനിക്ക് കുറച്ച് ആശ്വാസമൊക്കെ ഉണ്ട്. ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു മനു. അതിനിപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ആദ്യം അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ പോലെ ഈ സംഗതി അവൻ്റെ ഉണ്ടോ എന്ന് നമ്മൾ അറിയണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി സർക്കാരിൽ റിപ്പോർട്ട് ചെയ്യിപ്പിക്കാം. അതായത് ഒരു തരം സാമൂഹിക പ്രവർത്തനം, ഒരു ചാരിറ്റി. നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാം. നടന്നല്ലേ. അങ്ങനെ ഒരു നീതി രാകേഷിന്റെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വന്നത് പറയുന്നു മോൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട കേട്ടോ. അതെ, അവനത് പറയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവനറിയാതെ ഈ സാധനം അവൻ്റെ കയ്യിലുണ്ടോ എന്ന് നമ്മൾ കണ്ടെത്തണം. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തെളിവടക്കം നമ്മൾ പിടിക്കണം. അപ്പം പിന്നെ അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഈ ആഴ്ചയെങ്കിലും മനസ്സമാധാനത്തോടെ ജോലി ചെയ്യാമെന്ന് വിചാരിച്ചതാ. അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. എന്തൊരു ജീവിതമായത്. അല്ല, ഇതൊരുമാതിരി ജൂനിയർ മാൻഡറി കയറി ഓഫീസ് പോലെ അല്ലേ? ഒരു പ്രശ്നം കഴിയുമ്പോൾ വേറെ പ്രശ്നം ഇങ്ങനെ കൈമാറി അവസ്ഥ തന്നെ. അതെ, സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഡീലാക്കാം. വാ.
ജോണോ? ആ രാകേഷ് വന്നായിരുന്നല്ലേ? അതെ അതെ. ചടങ്ങൊക്കെ ഭംഗിയായി നടന്നോ? ഓ പിന്നെന്താ. എനിക്ക് ചടങ്ങിന് വരാൻ പറ്റിയില്ല, ഇവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊന്നും കുഴപ്പമില്ല, ഞാൻ മെസ്സേജ് കണ്ടിരുന്നു. അതല്ലേ. താങ്ക്സ് മാം. പിന്നെ ജോണേ, രാകേഷ് നമ്മുടെ GG സ്പോർട്സിന് വേണ്ടിയിട്ട് ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഞാൻ കണ്ടു, വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ ക്ലയൻസിനെ കാണിക്കാനായിട്ട് ആ ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാതെ നമുക്ക് അതേ സെയിം പാറ്റേൺ തന്നെ പിടിക്കാന്നല്ലേ. അതെ, ഗുഡ്, വെരി ഗുഡ്. അല്ല ജോൺ എന്ത് പറ്റി ലേറ്റ് ആയി? അത് പിന്നെ ഞാൻ യൂഷ്വലി വീട്ടിൽ തന്നെ കുക്ക് ചെയ്യാറാണല്ലോ. അതെ. ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വെച്ചു, പക്ഷെ അവിടെ നല്ല റഷായിരുന്നു, അങ്ങനെ മൊത്തത്തിൽ ലേറ്റ് ആയി. റെസ്റ്റോറൻറ്റിൽ ഫുഡ് ഡിലേ ആവുന്നതൊന്നും നമ്മുടെ ഓഫീസിൽ ലേറ്റ് ആയി വരാനൊരു എക്സ്ക്യൂസ് അല്ല കേട്ടോ. അല്ല, ഒരു മണ്ടത്തിനെ പറ്റി പോയതാ. ആ കുഴപ്പമില്ല. ഇതിന് മാത്രം ലേറ്റ് ആവാൻ എന്ത് ഫുഡാണ് ഓർഡർ ചെയ്തത്? അത് പിന്നെ അപ്പവും മഷ്റൂം കറി. അത് ലേറ്റ് ആവും. ഓക്കെ ഓക്കെ, ഡോണ്ട് റിപ്പീറ്റ് ഇട്ടേ. അവൻ ബാഗ് ഇവിടെ വെച്ചിട്ടൊന്നുമില്ല, അതുണ്ടായിരുന്നെങ്കിൽ അതിൽ തപ്പായിരുന്നു. എടാ, അങ്ങനെ ഒരു നിധി അവൻ്റെ കയ്യിലുണ്ടെങ്കിലേ അവനത് ബാഗിൽ വെച്ചുകൊണ്ട് നടക്കും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അത് താര പറഞ്ഞത് പോയിന്റ്. നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, കുന്തം പോയാലും കുടത്തും തപ്പണം എന്നാണ്. നമ്മുടെ കയ്യിലുള്ള എല്ലാ സാധ്യതകളും നമ്മൾ പരിശോധിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, അവൻ്റെ കയ്യിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്നുള്ളത് അവൻ്റെ വായിൽ തന്നെ കേൾക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പരിപാടി പ്ലാൻ ചെയ്യണം. അപ്പോൾ നമുക്ക് അതിലേക്ക് പിടിച്ച് കയറി പറയാൻ പറ്റും. അതും ശരിയാണ്. എല്ലാവരും രാവിലെ തന്നെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ തോന്നുന്നു. ആര്? ഇവരോ? എന്തോ ഉടായ്പിനുള്ള പ്ലാനാണ്, അത് ആർക്കുള്ള പണിയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇവരെല്ലാം അറിഞ്ഞു. എന്താണ് എല്ലാവരും കൂടി ഇവിടെ കൂടിയിരിക്കുന്നത്? ഞങ്ങളുടെ ഡെസ്കിൻ്റെ അടുത്തല്ലേ നിൽക്കുന്നത്, അതിന് ജോണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കൊരു പ്രശ്നമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, രാകേഷ് വന്നപ്പോൾ തന്നെ നേരെ കൃഷ്ണ സാറിൻ്റെ റൂമിലേക്ക് പോയില്ലേ? എന്താ സാറിനോട് പറയുന്നെങ്കിലും സർപ്രൈസ് ഉണ്ടായിരുന്നു? അതിന് മാത്രം പറയാൻ വിശേഷങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ലീവ് എടുത്ത് വീട്ടിൽ ബോറടിച്ചിരുന്നപ്പോൾ ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്തു, അത് കാണിക്കാൻ വേണ്ടി കയറി. പിന്നെ കുറച്ച് കാലമായല്ലോ ലീവിൽ പോയിട്ട്. ആദ്യം മാനേജറെ കണ്ടിട്ട് വേണമല്ലോ ഓഫീസിൽ കയറാൻ, അതാണല്ലോ മര്യാദ. അതെ അതെ, അത് വളരെ നല്ലൊരു കാര്യമാണ്. എന്തായാലും രാജേഷിരിക്കും. എന്നാ പിന്നെ ഞാനും വർക്കിലേക്ക് പോട്ടെ. പക്കോ പക്കോ. എന്താണ് മായ, എന്നെ പെട്ടെന്ന് പറഞ്ഞു വിട്ടിട്ടൊരു കാര്യം? എനിക്ക് പല പ്ലാനും കാണും, അതിൽ ഏത് പ്ലാനാണാവോ ജോണിന് അറിയേണ്ടത്? എനിക്കൊരു പ്ലാനും അറിയണ്ടേ? എന്താ? അല്ല, രാകേഷ് വീട്ടിൽ നിന്ന് വന്നിട്ട് ഞങ്ങളുടെ വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? അതെ. അതിന് ഞാൻ നാട്ടിൽ അടിച്ചു പൊളിക്കാനൊന്നുമല്ലല്ലോ പോയത്, ഒരു മരണവാർത്ത അറിഞ്ഞു പോയതല്ലേ. പിന്നെ അവിടെ ഇനി മാത്രം വിശേഷം എന്തായിരിക്കുന്നത്? അല്ല, ചടങ്ങിന് കൊടുത്ത ഇഡ്ലിയുടെയും സാമ്പാറിന്റെയും സദ്യയുടെ ഒക്കെ വിശേഷം പറയാലോ. ഫുഡൊക്കെ കൊള്ളായിരുന്നു, നീ പറഞ്ഞിരുന്നത് ഞാൻ കൊണ്ടുവന്നിരുന്നു. അത് കുഴപ്പമില്ല, ഇനി മുത്തശ്ശി വരിക്കാൻ കൊണ്ടതാണ്. വന്നേ മോളെ. എടാ, ഇവക്ക് എന്ത് പറ്റി? ഇവക്ക് വയ്യേ? എടാ, അവള് ഭയങ്കര നോർമൽ അല്ലേ, എനിക്ക് അവളുടെ സംസാരം കേട്ടപ്പോൾ മനസ്സിലായില്ലേ. ഇനിയിപ്പോൾ അവളെല്ലാം കൃത്യമായിട്ടാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കായിരുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുള്ളത്. അങ്ങനെ. പക്ഷേ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ മണക്കുന്നുണ്ട്. എന്ത് പ്രശ്നം? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് പറയാനറിയില്ല. ഒരു ഗൂഢാലോചനയുടെ മണം അടിക്കുന്നുണ്ട്. എടാ, അത് നീ കുറേ നാൾ കൂടി ഓഫീസിലോട്ട് വരുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് നിനക്ക് അതും തോന്നും, അതിൻ്റെ അപ്പുറം തോന്നും. നീ ഞാൻ ചെയ്യും, മര്യാദയ്ക്ക് പണിയെടുക്കും. ഇന്ന് ഓഫീസ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പായിട്ട് നിന്റെ നിധിയുടെ രഹസ്യം ഞാൻ പുറത്തുകൊണ്ടുവരും. മാനുവാടാ പറയണത്. നീ എന്തിനാ ഇങ്ങനെ വലിച്ചോണ്ട് വരുന്നേ? ഒരു ഒറ്റ അടി ഇങ്ങ് തന്നാലുണ്ടല്ലോ, നിന്റെ നാവിനൊരു കൺട്രോൾ ഇല്ല അല്ലേ? എന്നാ പറഞ്ഞു? എന്താ പറഞ്ഞെന്നോ? ഞാൻ രാകേഷിന്റെ അടുത്ത് എന്താ പറഞ്ഞേ? അവന്റെ മുത്തശ്ശൻ മരിക്കുമ്പോ കൊണ്ട് തന്നാ മതി ഫുഡ് എന്നോ? ബോധമുള്ള ആരെങ്കിലും അങ്ങനെ പറയൂ എന്റെ മായേ? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? അവന്റെ മുത്തശ്ശിക്ക് 90 വയസ്സുണ്ടായിരുന്നു.
അവൻ്റെ മുത്തശ്ശന് 95 വയസ്സുണ്ട്. പിന്നെ മനുഷ്യന്മാരായാലേ എന്നായാലും മരിക്കില്ലേ? അവരും മരിക്കും, നീയും മരിക്കും, ഞാനും മരിക്കും, ഈ ലോകത്തുള്ള എല്ലാവരും മരിക്കും. ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. പിന്നെ ഞാനത് പറഞ്ഞു എന്നും പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ ഇങ്ങനെ വലിയ സത്യങ്ങളൊന്നും വിളിച്ചു പറയാൻ നിൽക്കണ്ട. ഒന്നാമത്തെ നമുക്ക് ആ രാകേഷിന്റെ വായിന്ന് പല കാര്യങ്ങളും അറിയാനുള്ളതാണ്. ഇനി നീ കാരണം അതൊന്നും കിട്ടാണ്ടാക്കല്ലേ. ഓ, അല്ലെങ്കിലും എല്ലാ പ്രാവശ്യത്തെയും പോലെ ഞാൻ മന്ദബുദ്ധിയായല്ലേ? നിങ്ങളൊക്കെ വലിയ ബുദ്ധിമാന്മാർ. ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല. എന്താ വെച്ചാൽ കാണിച്ചു. ഇവളോടൊക്കെ പറയാൻ പോണ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഓ, ഇവനിവിടെ നിൽപ്പുണ്ടായിരുന്നോ? അല്ലേ, വേണ്ട, പോയേക്കാം. ഇനിയിപ്പോൾ ഞാൻ വല്ലതും പറഞ്ഞിട്ട് വേണോ? അടുത്ത പ്രശ്നമുണ്ടോ? ആ എവിടെ പോവാ? അല്ല, ഒരു കാര്യം മറന്നുപോയി. അപ്പോൾ തിരിച്ചു പോകായിരുന്നു. എന്താ മറന്നേ? എന്താ മറന്നേന്നുള്ള കാര്യം ഞാൻ മറന്നു. ഓ, വെള്ളം കുടിക്കാൻ വന്നാണെങ്കിൽ വെള്ളം കുടിച്ചിട്ട് പോവാം. നിങ്ങൾ രാകേഷിന്റെ അവിടെ ചുറ്റിപ്പറ്റിക്കുന്നില്ല. എന്തോ കള്ളത്തരം മനസ്സിൽ വിചാരിച്ചു, അതാണ് ഈ ചുമക്കുന്നത്. ഞാനൊന്നും ആലോചിച്ചില്ല. ആണോ? എന്നാലും പറ, എന്തിനാണ് രാകേഷിന് ചുറ്റിപ്പറ്റി നടക്കുന്നത്? അത് പിന്നെ കുറേ കാലം കൂടി രാകേഷ് ഓഫീസിൽ വന്നല്ലേ. അപ്പോൾ അവൻ തിരിച്ചു വന്നപ്പോൾ എല്ലാവർക്കും എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ അത് പലതരത്തിൽ പ്രകടിപ്പിക്കുന്നതാണ്. അല്ലാതെ വേറൊന്നുമില്ല. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. എന്നാ അതല്ല, വേറെ എന്തോ ഉണ്ട്. കുഴപ്പമില്ല, പറയണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. സമയം കുറേ ഉണ്ടല്ലോ. എന്താ സംഭവം? നീ അവൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു അല്ലേ? ഞാൻ അവനോടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അവൻ എന്തിനാ അങ്ങനെ നോക്കിയിട്ട് പോയത്? അവൻ എന്തിനാ നിന്നെ അങ്ങനെ നോക്കിയത് അവന് മാത്രമല്ലേ അറിയൂ. ഞാനൊന്നും അവനോട് പറഞ്ഞിട്ടില്ലെന്ന്. അവൻ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. നീ അവനോടൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ എന്തൊക്കെയോ മനത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. രാകേഷിൻ്റെ വായിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇതിനെ പറ്റിയുള്ള രഹസ്യം നമ്മൾ ചോർത്തണം. ഇല്ലാണ്ടെങ്കിൽ നമുക്ക് നല്ല മുട്ടം പണി തരും. നമ്മളിപ്പോൾ എന്താ ചെയ്യുക? നീ വാ. എടാ, എന്താ നിന്റെ പ്രശ്നം? എന്ത് പ്രശ്നം? നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടാ? എനിക്കെന്ത് പ്രശ്നം? എടാ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ പറയും, നമുക്ക് പരിഹരിക്കാം. എടാ, നീ എന്താ ഈ പിച്ചും പേയൊക്കെ പറയുന്നത്? എന്ത് പ്രശ്നം? എന്തിന് പരിഹാരം കാണുന്നു? അളിയ, നമ്മൾ തമ്മിൽ ഒരു രഹസ്യം ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. നിനക്ക് എന്തുണ്ടെങ്കിലും എൻ്റെ തുറന്ന് പറയാം, ഞാൻ പരിഹരിച്ചു തരാം. ആ എടാ, ഞാൻ നിന്റെ അടുത്ത് എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? എല്ലാം തുറന്നു പറയാറില്ലേ? നീ മുമ്പല്ല എൻ്റെ അടുത്ത് തുറന്ന് പറയായിരുന്നു. പക്ഷെ നാട്ടിൽ പോയി വന്നതിന് ശേഷം എന്തോ ഒരു ഇതുണ്ട്. എന്താ നാട്ടിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാ? എടാ, ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് നിനക്ക് എന്തൊക്കെയോ പറ്റിയിരുന്നു ഞാൻ കേട്ടു. അതൊക്കെ മാറി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നിന്റെ ഇപ്പോഴത്തെ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അളിയ. എടാ, നിനക്കെന്താ പ്രശ്നമുണ്ടോ? ആരും അറിയണ്ട, നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് ഡോക്ടറെ കാണിച്ചു വരാം. എടാ, നീ എന്താണ് ബോൾ വീണ്ടും തട്ടി എൻ്റെ കോട്ടിലോട്ട് ഇടുന്നത്? ഞാൻ നിന്നെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നീ കിടന്ന് ഉരുളല്ലേ? എടാ, ഒന്നാമത്തെ ഞാൻ ലീവ് കഴിഞ്ഞ് വന്നിരിക്കുക. ഒരുപാട് ജോലി ഇവിടെ പെൻഡിങ് ഉണ്ട്. അതിനനുസരിച്ചുള്ള പ്രഷറും ഉണ്ട്. നിനക്ക് എന്തെങ്കിലും സംസാരിക്കേണ്ട നീ തുറന്ന് സംസാരിക്കുക, ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കാതെ. ഞാൻ എന്തേലും ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നീ കറക്റ്റായിട്ട് പറയുന്നത് എനിക്ക് വിശ്വസിക്കാമോ? നീ ചോദിക്ക്, എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ എന്തായാലും പറഞ്ഞിരിക്കും. മനു, ഞാൻ അത്യാവശ്യമായിട്ടുള്ള കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് പിന്നെ സംസാരിക്കാം. എടാ, അതിനേക്കാൾ എമർജൻസി കാര്യം പറയാനായിട്ടാണ് ഞാൻ വിളിക്കുന്നത്. നീ ഇങ്ങ് വന്നേ. നിങ്ങൾ പോയിക്കോ, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. എടാ, നീ ചെല്ല്, അവർക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യം സംസാരിക്കാനുണ്ടാവും. ആ സമയം കൊണ്ടേ ഞാൻ എൻ്റെ ജോലി ഒന്ന് തീർക്കട്ടെ. ഞാൻ വന്നോളാന്നല്ല പറഞ്ഞത്. ഇത് എന്തുവാണ് നിങ്ങളുടെ പ്രശ്നം? ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് അവൻ്റെ വായിന്ന് ഓരോന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു 10 മിനിറ്റോടെ കിട്ടിയായിരുന്നെങ്കിൽ എല്ലാം ക്ലിയർ ആയത്. അതിനിടയ്ക്ക് വന്ന് എല്ലാം നശിപ്പിച്ച്. എല്ലാം നശിക്കാൻ പോകുന്നു പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ആ ജോണിനെ നല്ല സംശയമുണ്ട്. താഴെ കഫറ്റീരിയ വെച്ച് എന്നെ പിടിച്ച് നന്നായിട്ടൊന്ന് കുടഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അവൻ തന്നെ എല്ലാം കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞു. അവനെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾക്കിട്ട് എങ്ങനെ പണി തരണമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാ. അവനങ്ങനെ അറിഞ്ഞാൽ തീർന്നു. എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് നോക്കാം. നിങ്ങൾ വാ. എന്താ ജോലി സമയത്ത് 3 പേരുടെ ഇവിടെ കറങ്ങി വയ്ക്കുന്നത്?
ഒന്നുമില്ല സാർ, ഞങ്ങളിങ്ങനെ കാറ്റുള്ളനായിട്ട്. കാറ്റുള്ളതാണ്. അതിനിത് ബീച്ചൊന്നുമല്ലല്ലോ. നിങ്ങൾ 3 പേരുടെ ഇങ്ങനെ കറങ്ങി നടന്നാൽ ജോലിയൊക്കെ എങ്ങനെ തീരും? അതൊക്കെ തീരും സാർ. ആ തീരുമെന്ന് അങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ, തീർത്ത് കാണിക്കണം. ആ എന്നാ ചെല്ല്, ഡെസ്കിലോട്ട് ചെല്ല്. പോയേ ആ ഇട്ടോ. എങ്ങനെ ഓഫീസിൽ ജോലി ചെയ്യാതിരിക്കാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പേരുണ്ട്. ഇവരെയൊക്കെ പണിയെടുപ്പിച്ച് എൻ്റെ പണി തീരുമെന്നാണ് തോന്നുന്നത്. എടാ സീനായി. ജോൺ രാകേഷോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പെട്ടു. നമ്മൾ ഇടപെട്ടേ പറ്റൂ. വന്നേ വാ. രാകേഷേ, ജോണോട് നീ ഒന്നും പറയരുത്. എടാ മനു പറഞ്ഞാ ശരി, നീ ഇവനോട് ഒന്നും പറയല്ലേ. എന്താ നിങ്ങളൊക്കെ പ്രശ്നം? ജോണേ നീ പോക്കെ, എനിക്ക് രാകേഷിനെ കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അവനെന്തിനാ പോകുന്നത്? അവൻ ഇവിടെ നിൽക്കട്ടെ, നീ കാര്യം പറ. എടാ നിനക്ക് ഞാനാണോ വലുത് ഇവനാണോ വലുത്? രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുക ഈ ക്യാറ്റ് ആൻഡ് മൗസ് പ്ലേ കളിച്ചിങ്ങോട്ട് സമയം പോക്കുന്നത്. എന്തെങ്കിലും സംസാരിക്കേണ്ട തുറന്ന് സംസാരിക്കുക. എടാ ജോണ് പോട്ടെ, നമുക്ക് സംസാരിക്കാം. അവൻ കേട്ടാൽ എന്താ? അവൻ കേട്ട പ്രശ്നമാവും. അതേത് ഉറപ്പായും പ്രശ്നം. എന്ത് പ്രശ്നം? എൻ്റെ മനു, രാകേഷ് നിധി കിട്ടിയ കാര്യം ഞാൻ അറിഞ്ഞ പ്രശ്നമാവുന്ന എടുത്ത് പറ. അവന് കാര്യം മനസ്സിലാവുന്നില്ല. എന്നെ നോക്കണ്ട, ഞാനൊന്നും പറഞ്ഞിട്ടില്ല ആരോടും. അവളെ നോക്കി പേടിപ്പിക്കുന്നു വേണ്ട, അവൾ പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾ രാവിലെ മുതൽ കറങ്ങി നടക്കുന്ന കണ്ടിട്ട് എന്താ കാര്യം എന്ന് അറിയാൻ ജോൺ എൻ്റെ അടുത്ത് വന്നിരുന്നു. ആ സമയത്താണ് അനന്തു എന്നെ വിളിച്ചത്. അനന്തു നിന്നെ വിളിച്ചാ? ആ വിളിക്കുകയും ചെയ്തു. നിന്റെ അടുത്ത് സംസാരിച്ചത് എന്തൊക്കെയാന്ന് എൻ്റെ അടുത്ത് ക്ലിയർ ആയിട്ട് പറയുകയും ചെയ്തു. നിനക്ക് നിധിയല്ല വേണ്ടത്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് എൻ്റെ നിധി. അയ്യേ, നിധിയോ? ഈ ഫോട്ടോയോ? അന്നേ ഇതേ നിങ്ങൾക്ക് വെറും ഫോട്ടോ ആയിരിക്കും, പക്ഷെ എനിക്കിത് നിധിയാണ്. നിങ്ങൾ ഈ ഫോട്ടോ കണ്ടോ? ഇതെൻ്റെ മുത്തശ്ശനും ഇതെൻ്റെ മുത്തശ്ശിയാണ്. ഈ കുഞ്ഞു കുട്ടിയില്ലേ, അതെൻ്റെ അച്ഛനാണ്. ഇവർ തമ്മിൽ ആ കൂടെ ഉള്ള ഒരു ഫോട്ടോ ആണത്. കുറേ കാലമായിട്ട് അച്ഛൻ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഈ അടുത്ത് ബന്ധു വീട്ടിൽ പോയപ്പോഴാണ് എനിക്ക് ഈ ഫോട്ടോ കിട്ടിയത്, അല്ല ഈ നിധി കിട്ടിയത്. ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അനന്തുവിനെ വിളിച്ചു പറഞ്ഞതാണ്. അനന്തു നിധിയാണെന്നത് തെറ്റിദ്ധരിച്ചിട്ട് നിങ്ങളെ വിളിച്ചു പറഞ്ഞു. അതാണ് ഈ കൺഫ്യൂഷൻസിനൊക്കെ കാരണം. സോറി അളിയാ. എടാ നിനക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നേരിട്ട് ചോദിച്ചുകൂടെ? ഇങ്ങനെ കിടന്ന് സമയം കളയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതെങ്ങനെയാ, ഇവർക്ക് ഇത്തിരി ആവേശം കൂടുതലാണല്ലോ. അല്ല അപ്പം പിന്നെ എങ്ങനെയാ എല്ലാവരും ക്യാബിനിലേക്ക് പോവല്ലേ? ഞാനും പോവാ, വെറുതെ നിധിയൊക്കെ കാണാൻ ഓർത്ത് പ്രതീക്ഷിച്ച്. ശരി. നീ വിട്ടുകളാ, നമ്മൾ ആദ്യമായിട്ടല്ലല്ലോ ഇങ്ങനെ പുഴുത്ത് നാറുന്നത്. നീ പോയി ബാക്കിയുള്ള പണിയെടുക്ക്. എനിക്ക് കുറച്ച് പെൻഡിങ് വർക്ക് ഉണ്ട്.